കാണുന്ന മൾട്ടിമീറ്റർ ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പുതുതായിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. ഇത് നമ്മുടെ അനലോഗ് മൾട്ടിമീറ്റർ എന്നും പറയും, ഡിജിറ്റൽ മൾട്ടിമീറ്ററും ഉണ്ട്. അതിൽപ്പെട്ട ഡിജിറ്റൽ മൾട്ടിമീറ്ററാണ് ഇത്. അനലോഗ് മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ നീഡിൽ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കതിന് ഇതാക്കി കാണിക്കാൻ പറ്റുന്നതാണ്. പല നമ്മുടെ വോൾട്ടേജ്, കറൻറ്റ്, റെസിസ്റ്റൻസ് അതുമാതിരി എല്ലാം കാണിക്കാൻ പറ്റുന്ന, തിരിച്ചറിയാനും ടെക്നീഷ്യന്മാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അനലോഗ് മൾട്ടിമീറ്റർ. ഡിജിറ്റൽ മൾട്ടിമീറ്റർ പറഞ്ഞാൽ ഇതിൽ ലെറ്ററായിട്ട് നമുക്ക് എഴുതി കാണിക്കും, എല്ലാ സംഭവങ്ങളും ഇതിൽ എഴുതി കാണിക്കും. അപ്പോൾ ഞാനിത്, അതായത് നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിൽ കാണിക്കും. നമ്മളിപ്പോൾ കാണുന്നത് ഇതിപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തതാണ്. വലിയ റേറ്റ് ഒന്നുമില്ല. സ്വാഭാവികമായിട്ടും കുറഞ്ഞ റേറ്റ് തൊട്ടിട്ട് വലിയൊരു റേറ്റ് വരെ മൾട്ടിമീറ്ററുകളുണ്ട്. പല റേഞ്ചിൽ വരുന്നുണ്ട്. ക്വാളിറ്റിക്കും അതിനനുസരിച്ച് മാറും. ഇപ്പോൾ ഇതിൽ വരുന്നത് കണ്ടോ, ഇതിൽ വോൾട്ടേജ്, DC വോൾട്ടേജ് 750 വരെ ഉണ്ട്. 200 തൊട്ടിട്ട് അത് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആംബിയർ 2000 ആംബിയർ, 20 മില്ലി ആംബിയർ, 200 മില്ലി ആംബിയർ, അങ്ങനെ തുടങ്ങിയിട്ട് ആംബിയേഴ്സ് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൽ. പിന്നെ ഇത് കോണ്ടാക്റ്റ്, ഷോർട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഈ കാണുന്നത്. അതിലിട്ടിട്ട് നമ്മൾ ഈ രണ്ട് ഇത് നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട്, എവിടെയെങ്കിലും സർക്യൂട്ടിൽ ഷോർട്ടോ അല്ലെങ്കിൽ വല്ല കോയിൽ സംബന്ധമായ അങ്ങനത്തെ ഷോർട്ടുകളോ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇത് കണ്ടോ, അത് തുടങ്ങി ഇതിൽ പിന്നെ വരുന്നതാണ് ഇത് റെസിസ്റ്റൻസ് ഓംസ്, അതായത് 200 ഓംസ് തൊട്ടിട്ട് അതായത് 2000 K വരെയുള്ള എല്ലാ സംഭവങ്ങളും ഈ ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് സർക്യൂട്ട് ടെക്നീഷ്യന്മാർക്കാണ് അത് കൂടുതൽ ഉപയോഗപ്പെടുക. പിന്നെ വരുന്നത് മില്ലി, അതായത് വോൾട്ടേജ്, അതായത് 200 മില്ലി വോൾട്ട് ഇട്ടിട്ട് 1000 വോൾട്ട് വരെ നമുക്കിതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് വരുമ്പോഴേ മാത്രമേ നമുക്കിത് യൂസബിൾ ആവുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. കണ്ടോ, ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് ഒക്കെ ഓക്കെയാണ്, സംഭവം ഓക്കെയാണ്. അത് കണ്ടോ, നമ്മളെ നീഡിലും പ്രോബും ഒക്കെ കറക്റ്റായിട്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഈ പ്രോബ് ഉണ്ടല്ലോ, ഈ പ്രോബ് അടക്കം കിട്ടുക. 2 പ്രോബ് കണ്ടോ, ഇതിനടക്കാണ് ഇതിൽ മീറ്ററിൽ വരുന്നത്. വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മീറ്റർ അല്ല അത്. ഓക്കെ, ഇതിൻ്റെ അടുത്തുള്ള സാധാ ഒരു വലിയ മീറ്റർ ഉണ്ട്, അതിന് പകരമായിട്ട് താൽക്കാലികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊരു മീറ്ററായിട്ട് ഉപയോഗിക്കുകയാണ്. കാരണം അത് കൊണ്ട് നടക്കാൻ പറ്റുന്ന വളരെ സൗകര്യപ്രദമായിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ.